നമ്മൾ പ്രതീക്ഷിച്ച ഒരു വലിയ വിജയം ബീഹാറിലുണ്ടായി. ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് വിജയം. പക്ഷെ ഇത് ഇത്രയും വലിയ വിജയം ആരും പ്രതീക്ഷിച്ചില്ല. ഈ വിജയത്തെക്കുറിച്ച് അവിടുത്തെ രാഷ്ട്രീയ പരിസ്ഥിതികളെക്കുറിച്ച്, രാഷ്ട്രീയ തേരോട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇനിയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാനൊക്കെ പോകുന്നുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ചോരിയാണെന്നുള്ള ആരോപണം, ന്യൂക്ലിയർ ബോംബ് ഒക്കെ വരാൻ ഒരുപാട് എല്ലാ ആരോപണങ്ങളെയും തകർത്തുകൊണ്ട് തേരോട്ടമാണ് BJP നടത്തിയത്. അപ്പം ചില പാർട്ടികളൊക്കെ വാനിഷ്ടായി. ഈ കാഴ്ച കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിതീഷ് കുമാർ ജെഡിയുവിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. എന്തായാലും നിതീഷ് കുമാറിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രായമായി. അദ്ദേഹം ഇനിയൊരു ടൈമും കൂടെ നിതീഷ് കുമാർ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ഇത് ആ വിജയത്തോടു കൂടി തന്നെ അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ തന്നെ അദ്ദേഹം വലിയ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങി പോകുന്നത്. ഈ പടിയിറങ്ങി പോകുന്ന ആ പടി കയറി വരുന്ന, നമ്മളറിയാതെ കയറി വരുന്ന ഒരാളെ നരേന്ദ്രമോദി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഭാവി ബീഹാറിന്റെ മുഖ്യമന്ത്രി? അയാളെ കുറിച്ചാണ് പറയുന്നത്. അത് അങ്ങയുടെ സ്റ്റോറികളിൽ എന്ന പോലെ, അങ്ങയുടെ ടോക്സിൽ എന്ന പോലെ നിഗൂഢമായിട്ടിരിക്കട്ടെ. നമുക്ക് അങ്ങ് ഒരു തിരക്കഥാകൃത്ത് കൂടിയാണല്ലോ, ഒരു പരിണാമ ഗുപ്തി. അവസാനം നമുക്ക് പറയാം, അങ്ങ് പറഞ്ഞത് ശരിയാവണ്ണം പറഞ്ഞതുപോലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം ഒരു റോളർ കോസ്റ്റർ റൈഡായിട്ട് മാറുകയായിരുന്നു. തടസ്സങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് നിതീഷിന്റെ ആ തേര് ഓടിയ ഒരു ഓട്ടമുണ്ട്. ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മന്ത്രവേഗങ്ങളിലൂടെയാണ് മന്ത്രവേഗങ്ങളിലൂടെ തന്നെയാണത്. റോട്ടി കപ്പട മഖാൻ എന്നുള്ളതായിരുന്നു അതിന്റെ മന്ത്രം. ഓച്ചോരി എന്നുള്ള മന്ത്രങ്ങളെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു ജനങ്ങൾ. ഇതെല്ലാം എല്ലാവരും പറയുന്ന ചർവണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അദ്ദേഹം തീർച്ചയായിട്ടും 18-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. കാർപ്പൂരി തക്കൂറിന് ശേഷം ബീഹാറിലെ പിന്നോക്കക്കാരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള, പിന്നാക്കക്കാരുടെയും സ്ത്രീകളുടെയും മനസ്സ് ഒരുപോലെ കവർന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഒരു അവതാരമായി തന്നെ വന്നിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇത് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ചുമതല ഏൽക്കലായിരിക്കും ഈ 18 പ്രായം കൊണ്ടും അതുപോലെ തന്നെ ഇനി ഒരു വിശ്രമ ജീവിതം വേണമെന്ന തോന്നലുകൊണ്ടും പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഈ പലവിധ അസുഖങ്ങൾ. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കുടുംബ ഭരണത്തിന്റെ ആളല്ല. കുടുംബത്തിൽ നിന്ന് അനിയന്മാരെയോ ചേട്ടന്മാരെയോ അല്ലെങ്കിൽ മക്കളെയോ ഒന്നും കണ്ടുവച്ചിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലാലു പ്രസാദിനെ പോലെ. അദ്ദേഹം ഇനിയപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് ഇദ്ദേഹത്തിന് ശേഷം ഹൂ ഈസ് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതും നമ്മുടെ ജേർണലിസത്തിന്റെ ഒരു ചോദ്യമാണല്ലോ. ആകാംക്ഷയുടെ മുനയിലേക്ക് കൊണ്ടുപോകുന്നു. അറിയാൻ തിടുക്കമായി വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. നമുക്കതിന്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു അപഗ്രഥനത്തിലൂടെ ആ ഒരു ഇതിലേക്ക് എത്താമെന്ന് തോന്നുന്നു. ഇപ്പൊ നോക്കൂ, JDUവിൽ ഇദ്ദേഹം അല്ലാതെ വേറെ അറിയപ്പെടുന്ന ഒരൊറ്റ നേതാവും ഇല്ല ബീഹാറിലില്ല. അങ്ങ് കേട്ടിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും BJPയിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സമ്രാട്ട് ചൗധരി ചെറുപ്പക്കാരനാണ്. അതെ 45,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീലാളിതനായിട്ട് വന്ന സമ്രാട്ട് ചൗധരി ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ വിജയകുമാർ സിൻഹ, അദ്ദേഹം 24,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇവരാരും ഇവർക്കൊക്കെ ആയിക്കൂടെ ഭാവി മുഖ്യമന്ത്രി? ഇല്ല, ആവാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാം, 2 കാര്യങ്ങൾ ഇതിലുണ്ട്. മാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു സംശയമാണ്. കാരണം സമ്രാട്ട് ചൗധരി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രജപുത്ത, ഭൂമിഹാർ, അതുപോലെ തന്നെ സവർണ ഹിന്ദു അവരുടെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടുമാണ് വന്ന ആളുകളാണ്. ബീഹാറിൽ ജയിക്കാൻ അത് പോരാ. ബീഹാറിൽ ജയിക്കാൻ മറ്റുള്ളത് കൂടി വേണം. പിന്നാക്കക്കാരൻ്റെ ഒരു മുദ്രയില്ലെങ്കിൽ സീമാഞ്ചലും മിഥിലാഞ്ചലും ഒക്കെ ചേരുന്ന ഈ സംസ്ഥാനത്ത് ജയിക്കാൻ കഴിയുകയില്ല. അവരെ അഡ്രസ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഫാക്ടർ വേണം. ലാലു പ്രസാദ് യാദവിനെ തോൽപ്പിക്കാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? BJPക്കാരന് കഴിഞ്ഞില്ല. നിതീഷ് കുമാറിന് കഴിഞ്ഞതിൻ്റെ കാരണം ലാലു പ്രസാദ് യാദവിൻ്റെ യാദവ മുസ്ലിം കോമ്പിനേഷൻ. യാദവന്മാരെന്ന് പറയുന്നത് OBCകൾ മാത്രമാണ്. അവര് ദളിതരല്ല, ഗോത്ര വിഭാഗങ്ങളുമല്ല. പക്ഷേ നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന കൂർമി വിഭാഗം എന്ന് പറയുന്നത് ബീഹാറിലെ പിന്നോക്കക്കാരായിട്ടുള്ള ദളിത് ആണ്.
അപ്പോൾ ആ ഒരു സമുദായത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ വേണം. ആരാണ് അത്? അതെ, അല്ല, നിതീഷ് കുമാർ വേണമെന്നാണ് ഞാനിപ്പോൾ. നിതീഷ് കുമാർ ഇനി വളരെ ദീർഘമായി പോയി. അപ്പൊ നമ്മുടെ സമയമായി പോയി. അതുകൊണ്ട് ഞാനത് ഒരു കാര്യം ശരിയാണ്. നിതീഷ് കുമാറിന് ശേഷം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഭാവി മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആൾ എന്തായാലും ദേശീയ ധാരയിലേക്ക് അതിശക്തമായി ഉയർത്തപ്പെടാൻ പോകുന്ന ഒരാൾ കൂടിയായിരിക്കും. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാനസപുത്രനുമാണ്. നരേന്ദ്രമോദിക്ക് പുത്രന്മാരൊന്നുമില്ല, മാനസപുത്രനെ പോലെ കണക്കാക്കുന്ന ആളുമാണ്. ചെറുപ്പക്കാരനാണോ? ചെറുപ്പക്കാരനും അതിസുന്ദരനുമാണ്. സിനിമാ നടനേക്കാൾ സുന്ദരനായിട്ട്. അതെ, സിനിമാ നടനാണോ? സിനിമാ നടനും കൂടി ഇടയ്ക്ക് നടിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായി. സിനിമാക്കാരനായോണ്ടോ അത് കയറി പിടിച്ചു. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങ് പറയുന്ന ആളാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര്, വയസ്സ് എത്ര ഉണ്ട്? അദ്ദേഹത്തിന് ഒരു 40 വയസ്സിന് മുകളിലേ ഉള്ളൂ. 43 വയസ്സ് അല്ലേ? ഞാൻ പറയട്ടെ പേര്. ഞാൻ പറയട്ടെ പേര്. കറക്റ്റ് ആണ് പറയുന്നത്. യു ഗസ് ഇറ്റ് റൈറ്റ്. ചിരാഗ് പാസ്വാൻ. എക്സാക്ട്ലി ശരിയല്ലേ? രാംവിലാസ് പാസ്വാന്റെ മകൻ. അതെ, അങ്ങ് പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ അദ്ദേഹം സുന്ദരനായതുകൊണ്ട് നടനാണ്. സിനിമാ നടനായതുകൊണ്ട് മാത്രമല്ല, കഴിവ് മാത്രമല്ല, അദ്ദേഹം പിന്നാക്കക്കാരിലെ പിന്നാക്ക വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന കഴിവുറ്റ നേതാവാണ്. കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം ഇരുന്ന വകുപ്പുകളെ കുറിച്ച് യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ സംഘാടന മികവിൽ മികച്ച ആളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകളിലെ സ്ഥാനം കിട്ടിയുള്ളൂ, സ്ഥാനാർത്ഥിത്വം കിട്ടിയുള്ളൂ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്. അതിൽ 4-ൽ 4 ജയിച്ച് 100% സ്ട്രൈക്ക് റേറ്റാണ് അദ്ദേഹം എടുത്തത്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ജയിച്ചു പോയി കേന്ദ്രമന്ത്രി. ഈ പ്രാവശ്യം 29 സീറ്റ് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു ചെറിയ പിണക്കമൊക്കെ ഉണ്ടായി JDU-വിനുമൊക്കെ. പക്ഷെ 29-ൽ 19 എണ്ണം എടുത്തുകൊണ്ട് 19 എണ്ണം ശ്രമിക്കൊണ്ട് അദ്ദേഹം ഭയങ്കരമായ സ്ട്രൈക്ക് റേറ്റിൽ വിജയിച്ചു. ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ രാംവിലാസ് പാസ്വാൻ ഇതുപോലെ സാധിച്ചിട്ടില്ല മാഷെ. അതിനേക്കാൾ ശക്തനായിട്ട് പോരാടിയ ഒരാളായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ പിന്തുണയും അദ്ദേഹം ജയിച്ചു കയറി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, നല്ല കഴിവുള്ള യുവാവുമാണ്. ഇനി ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹം. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയിൽ നിന്ന് അദ്ദേഹത്തിനുള്ള വ്യത്യാസം കണ്ടോ? ഇങ്ങനെ ഷോ ഒന്നും കാണിക്കാൻ പോകാറില്ല. ജനങ്ങൾക്കിടയിലുള്ള സംഘടിപ്പിക്കുക, പാർട്ടിയെ സംഘടിപ്പിക്കുക, തൃണമൂല തലത്തിൽ പിതാവിന്റെ പരിചയം വെച്ച് അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒതുക്കേണ്ടവരെ ഒതുക്കാനും അറിയാം. JDU-വിനെ, നിതീഷ് കുമാറിനെ ഒന്ന് ഒതുക്കണമെന്ന് തോന്നി. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം നിതീഷ് കുമാറിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43 സീറ്റുകളിലേക്ക് ഒതുക്കിയത്. അത് കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ്. പാർട്ടിക്ക് ഒത്തിരി പ്രവർത്തകരുണ്ട് കേരളത്തിലുണ്ട്. അതെ, ലോക് ജനശക്തി പാർട്ടി കേരളത്തിലുണ്ട്, LJP ഉണ്ട്. കേരളത്തിൽ അതിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സംഭവം തന്നെ. അവരെ ഈ പ്രവർത്തകരൊക്കെ ആയിട്ട് എനിക്ക് പലരെ അറിയാം. അവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പാണ് അദ്ദേഹത്തിന്. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ പോയി ഡൽഹി പോകുമ്പോൾ യാദൃശ്യമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടായത്. കുറച്ച് മുമ്പാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്തായാലും നല്ല പെരുമാറ്റം. അല്ല, അദ്ദേഹം ഞങ്ങളൊക്കെ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് പരസ്പരം പരിചയപ്പെട്ടത്. അപ്പൊ അതിനുള്ള റെസ്പെക്ട് ഒക്കെ തന്നു. ഒരു ചലച്ചിത്ര ആളെന്ന നിലയ്ക്ക് അദ്ദേഹം മഹാരാഷ്ട്രയില് ഒരുപാട് സിനിമകൾ വളരെ വിനയപൂർവ്വമാണ്. എന്തായാലും മോഡിയുടെ വലിയ അരുമ ശിഷ്യനെ പോലെയാണ്. മോഡി വളരെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന. അതാണ് ഞാൻ മാനസപുത്രൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ച കാര്യം. അതാ തീർച്ചയായിട്ടും പിന്നാക്കാരിൽ പക്ഷെ ബീഹാറിൽ എങ്ങനെയാണ് മാഷെ? ബീഹാറിൽ അദ്ദേഹത്തിന് ഈ വരാൻ പോകുന്ന ഒരു ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക? അല്ല, അദ്ദേഹം പിന്നാക്ക സമുദായത്തിൽ തന്നെ ജനിച്ചതുകൊണ്ട് അവരുടെ പ്രയോറിറ്റീസ് അറിയാം മാഷെ. അതാ ഞാൻ പറഞ്ഞ റോട്ടി കപ്പട ഓർ പൾസ് അറിയാം എന്ന് മാത്രമല്ല, ബീഹാറിന്റെ സാമ്പത്തിക തൃണമൂല തലത്തിൽ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന 2 മായയെ ആസ്പദമാക്കിയിരിക്കുന്നു. ഒന്ന് മക്കാനി, മച്ചിലി. മക്കാനി അറിയാമോ? മക്കാനി എന്ന് പറയുന്നത് ഇപ്പം മക്കാനിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അദ്ദേഹം ഒരു ബോർഡ് സ്ഥാപിച്ചോടെ, മക്കാനി ബോർഡ് എന്ന് പറയുന്നത്. മക്കാനി എന്ന് പറയുന്നത് ആമ്പലിൽ നിന്നെടുക്കുന്ന വിത്താണ്. അത് പ്രോസസ് ചെയ്ത് നല്ല പോഷക ഗുണമുള്ള ഒരു ആഹാരമായി പാക്കറ്റഡ് ഫുഡായിട്ട് നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ ആ വിത്ത് ഞാൻ സ്ഥിരമായി കഴിക്കുന്നതാണ്. സ്വാദൊന്നും വലുതായിട്ടില്ല, പക്ഷെ ശരീരത്തിന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള കനം വളരെ കുറവാണ്. കനം വളരെ കുറവാണ്. പക്ഷെ ആഹാരത്തിന് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പോഷക ഗുണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നുണ്ട്. അതെ, നമ്മുടെ വാൽനട്ട് എന്നൊക്കെ പറയുമല്ലോ, താമര വിത്ത് അല്ലെങ്കിൽ ആമ്പൽ വിത്ത് എന്നൊക്കെ പറയും. ആമ്പൽ വിത്ത്
താമര പോലെയുള്ള ആമ്പലിന്റെ വിത്താണ് അതിന് ഉപയോഗിക്കുന്നതാണ്. ഞാൻ അവിടെ കുളങ്ങളുണ്ട്, ക്ഷേത്ര കുളങ്ങളൊക്കെ ഉണ്ട്, അതിന് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. അതെ, ആ കുളങ്ങളൊക്കെ വറ്റിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കും, അതിന്റെ അടിയിൽ കിടക്കുക എടുക്കുന്നുണ്ട്, കൃഷിയായിട്ട് നടത്തുന്നു. ഒരു സീമാഞ്ചൽ മിഥിലാഞ്ചൽ ഭാഗത്ത് മധുബനി ജില്ലയിലെ ഏറ്റവും വലിയ ആദായ മാർഗം. മറ്റൊന്നാണ് മച്ചലി, ഒരു വലിയൊരു മാർഗം. മച്ചലി എന്ന് പറഞ്ഞാൽ മീൻ, ആ മത്സ്യ പിന്നെ മീൻപിടുത്തം. കടലിലായാലും ബീഹാറിന് പറയത്തക്ക കടലൊന്നുമില്ല, പക്ഷെ കായലിലായാലും ശരി, അവിടുത്തെ കുളങ്ങളിലായാലും വൻ കൃഷിയാണ്. ബംഗാളിലും മത്സ്യകൃഷി. അപ്പൊ അതിനെല്ലാം സ്പെഷ്യലായിട്ട് ബോർഡുണ്ട്. അല്ല, അതിന് ബോർഡല്ല, ഉൾനാടൻ ഭാഗങ്ങളിലും. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ച് അവർക്കുള്ള വികസന പദ്ധതികൾ നിതീഷ് കുമാർ നടപ്പാക്കി. അതാണ് അവരുടെ വിജയത്തിന്റെ വലിയൊരു രഹസ്യമായിട്ടുള്ളത്. അതിനെ അഡ്രസ്സ് ചെയ്തു അദ്ദേഹം. പിന്നെ മറ്റൊന്നുള്ളത് വെറ്റില കൃഷിയാണ്. ഈ മുറുക്കാനിൽ ഉപയോഗിക്കുന്ന വെറ്റില, ബനാറസ് വെറ്റില എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തൊക്കെ. അപ്പൊ അതിന്റെ കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് 14,000 കോടി രൂപയാണ് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തത്, സ്പെഷ്യൽ പാക്കേജ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബലത്തിലാണ് ഈ ജനങ്ങൾ. സീമാഞ്ചൽ മേഖല എന്ന് പറയുന്നത് ഏറ്റവും പിന്നാക്ക ജില്ല, മധുബനി ജില്ല എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ജില്ലകളിൽ നിന്നൊക്കെ വമ്പിച്ച നേട്ടം NDA കൊയ്തെടുത്തത്. അതിന്റെ വിജയമാണിത്. ആ കാര്യം കുറച്ചുകൂടി ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ്. ഇത് കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അയാൾ സ്ഥിരമായിട്ട് ആ അധികാരം നിലനിർത്തണമല്ലോ, ചെങ്കോൽ പോലെ. അപ്പൊ അതിനു പറ്റിയ ആളാണ് ചിരാഗ് പാസ്വാൻ. ആർക്കും പിന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ ചിലർക്കൊഴികെ മറ്റാർക്കും എതിർപ്പില്ലാത്ത ഒരു താങ്കൾ പറഞ്ഞതുപോലെ സൗമ്യ മനോഭാവക്കാരനായിട്ടുള്ള, അപവാദങ്ങളിലോ അഴിമതിയിലോ ഇതുവരെ പെട്ടിട്ടില്ല നേതാവാണ്. അതാണ് ഇനിയിപ്പോ നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമ്മൾ നാളത്തെ മുഖ്യമന്ത്രി. എന്തായാലും മോഡി ഭാവി ഭാരതത്തിന് വേണ്ടി അതിന്റെ ആളുകളെല്ലാം കൃത്യമായി പ്ലേസ് ചെയ്ത് കണ്ടുവച്ചിട്ടുണ്ട് അല്ലെ എന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇപ്പോ കിട്ടുന്ന വിവരങ്ങൾ. വിലയിരുത്തേണ്ടത് അങ്ങനെയാണ് കാണേണ്ടത്. എന്തായാലും ചിരാഗ് പാസ്വാൻ യോഗ്യനാണ്, രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് യോഗ്യനാണ്, അച്ഛന്റെ പിതാവിന്റെ പാരമ്പര്യം കൊണ്ട് യോഗ്യനാണ്, എല്ലാ തരത്തിലും യോഗ്യനാണ്. കാസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും സ്പന്ദനങ്ങൾ അറിയുന്ന കാര്യത്തിലെല്ലാം യോഗ്യനാണ്. എന്തായാലും ചിരാഗ് പാസ്വാൻ ഭാവി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ടൈമിൽ നിതീഷ് കുമാറിന് ശേഷം വരട്ടെ എന്ന് നമ്മൾ പിന്നോക്കക്കാരൻ കൂടി നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കും. വളരെ നല്ല കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.